ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ആർക്കിടെക്ചറലായി പണിതിട്ടുള്ള 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. വീടിന്റെ ഫ്രണ്ടിലായി വലിപ്പമുള്ള 5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡ് കാണാം. ഇവിടെയായി ഒരു അഡീഷണൽ പാർക്കിംഗ് ലഭിക്കുന്ന ഒരു ഏരിയയാണ്. ആ റോഡ് ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാം. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ മോഡലുള്ള 2 വലിപ്പമുള്ള വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പകല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങും തുറക്കാവുന്ന ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് മോളിലേക്കാണ്. മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ വീട് ഉള്ളും പുറവും നിർമ്മിച്ചിട്ടുള്ളത്. ലിവിംഗ് ഹോളിൻ്റെ 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ഒരു ലിവിംഗ് ഹോൾ തന്നെയാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ്. ഇനി നേരെ ഡൈനിങ് ഹോളിലേക്ക് വരാം. മാറ്റ് ഫിനിഷിന് വരുന്ന ടൈലുകളാണ് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ചെറിയ ചെറിയ ഷെൽഫുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഭാഗമെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം. ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയോടുകൂടി വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് പുറത്തായി ഒരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ സ്ലൈഡിങ്ങിൽ ഡോറോടുകൂടി വരുന്ന ഒരു കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം വലിപ്പമുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള സെറാ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ ബാത്റൂമിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം 120 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും നമുക്ക് കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെയായി ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ ബാക്കിലെല്ലാം ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ തന്നെയാണ്. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ രീതിയിലാണ് സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്. ജിയുടെ പൈപ്പും വുഡുമാണ് ഇവിടെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്.
സ്റ്റെയർ കയറി ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. ഇവിടെയെല്ലാം ജാളി കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ മുകളിലെ ഭാഗത്തായി വലിപ്പമുള്ള വിൻഡോയും ക്ലോസ്ഡ് വിൻഡോ കൂടി വരുന്ന ഒരു ഏരിയയും നമുക്ക് കാണാം. അത് ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റെയർ കയറി വരുന്നത് വിശാലമായ ഒരു ഹോളിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ഒരു TV യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഗ്രീനിഷ് കളറോട് കൂടി വരുന്ന ടെക്സ്റ്റർ വർക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിമെൻറ്റ് ടെക്സ്റ്റർ വർക്കുകളാണ്. മുകളിലെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണോടുകൂടി വരുന്ന സെയിം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും ലഭിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീഡിയോകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുമ്പായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ജസ്റ്റ് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ അകലെയായി നിൽക്കുന്ന ഈ ഒരു വീട് 4 സെന്റിൽ 1700ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 78 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.